പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ആ സ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരെയും ആനയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുടെ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഈ നിമിഷങ്ങളിൽ ഓർക്കുക. സ്വർഗം ഈ ഭൂമിയോട് തോന്നിയ ഏറ്റവും വലിയ പ്രണയ നിമിഷങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നുവെന്ന് തമ്പുരാനോട് ആരോടെങ്കിലും ചോദിച്ചാൽ പറയുന്ന ഒറ്റ മറുപടി ക്രൂശിലേക്ക് നോക്കുക എന്ന് മാത്രമാണ്. നമുക്കറിയാം എത്രത്തോളം ക്രൂശിൽ നോക്കുന്ന ഓരോ മനുഷ്യരും നമ്മൾ ഓരോരുത്തരോടും തമ്പുരാൻ എത്രത്തോളം സ്നേഹമുണ്ടെന്നതിൻ്റെ പൂർണ്ണമായൊരു വ്യക്തത നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഇപ്പോഴും ആ ഒരു സ്നേഹത്തെ ഓർത്ത് പലപ്പോഴും നമ്മൾ സംശയിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകാതൊക്കെ വരുമ്പോൾ നമ്മൾ സംശയത്തോടെ ഓരോ നിമിഷത്തിലും തമ്പുരാൻ ഉറ്റു നോക്കുന്നുണ്ട്. അപ്പോഴും തമ്പുരാൻ നൽകുന്നൊരു മറുപടി ഈ ക്രൂശിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന അതേ മനോഭാവമാണ്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോ എത്രത്തോളം നമ്മൾ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കുരിശിൽ അവിടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ആ മരണം. പക്ഷേ ഇപ്പോൾ ഈശോ എന്നെ സ്നേഹിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ മറുപടി വിശുദ്ധ കുർബാനയിലാണ്. ഓരോ ദിവസവും തിരുവോസ്തിയിലൂടെ നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ രൂപാന്തരപ്പെടുന്നുണ്ട്. കത്തോലിക്ക തിരുസഭ ഈശോയുടെ രൂപാന്തരിക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ലോകത്തോട് ഒന്നടങ്കം പറയുന്നത് നമ്മുടെ ജീവിതവും ഇതുപോലെ രൂപാന്തരപ്പെടണം. ആ ഒരു ശിഷ്യരെ തിരഞ്ഞെടുത്ത് മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വയം രൂപാന്തരീകരണത്തിലൂടെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പല വെളിപ്പെടുത്തലുകളും നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, പ്രദാനം ചെയ്യേണ്ടതുണ്ട്. സുവിശേഷം വളരെ ഭംഗിയായിട്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം എന്തെന്നും നമ്മുടെ കുറവെന്തെന്നും നമ്മുടെ വ്യത്യാസങ്ങൾ എന്തെന്നും നമ്മുടെ പോരായ്മകൾ എന്തെന്നും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളും വെല്ലുവിളികളും എന്തെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ജീവിതചര്യയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ പലപ്പോഴും മടിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് പലപ്പോഴും തമ്പുരാനെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ ഓരോ നിമിഷവും ആഹ്വാനം ചെയ്യുമ്പോഴും ഈ പറയുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമത്തം സ്വീകരിച്ച് നടക്കുമ്പോൾ അവരോരോരുത്തരെയും ആ ഒരു അടിമത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും നൽകിയിരുന്ന ആ വാഗ്ദാന ഭൂമിയിലേക്ക് അവരോരോരുത്തരും എത്തിച്ചേരുമ്പോൾ അവരും ഈ പറയുന്നത് പോലെ അവർ ജീവിതത്തിൽ അനുഭവിച്ച കരുടയിൽ നിന്ന് അവരും മാറിപ്പോകുന്നുണ്ട്. അവരെ പഴയ അടിമത്തങ്ങളിലേക്ക് പിന്നെയും പോകാമെന്നുള്ള ചിന്തയിൽ പലപ്പോഴും അവരുടെ ചിന്തകൾ മാറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ ഓരോ നിമിഷവും നമ്മളെ ചേർത്ത് പിടിക്കുമ്പോഴും പൊതിയുമ്പോഴും ആ ഒരു സ്നേഹത്തിൽ നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പലപ്പോഴും കടന്നു പോകുന്നത് മാനുഷികമായിട്ടാണ്. എന്നെ എത്രത്തോളം സ്നേഹിച്ച് പിടിച്ചു എന്ന് ക്രൂശിൽ നമ്മൾ കാണുന്ന വ്യക്തമായൊരു ചിത്രമുണ്ട്. അത് ലോറിങ്കനോസ് എന്ന് പറയുന്ന പടയാളിയുടെയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈശോയുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് ഈശോയെ വെറുക്കാൻ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ആ കുരിശിൻ്റെ വഴിയിൽ ഒന്നടങ്കം ഈശോയുടെ പുറകെ ആ ഒരു ദേഷ്യം ഒന്നടങ്കം തീർത്ത് ഏറ്റവും അവസാന നിമിഷം ആ വിലാപ്പുറത്ത് തൻ്റെ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ഒറ്റക്കണ്ണനായ ലോറിങ്കനോസെ ഈശോ അവിടെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. കരുണയുടെ പൂർണ്ണമായ മുഖം അവിടെ ഈശോ കാണിച്ചു വയ്ക്കുന്നുണ്ട്. താൻ അത്രത്തോളം വേദനയോടെ മരണത്തെ മല്ലിടിച്ച് നിൽക്കുമ്പോഴും ഈശോയുടെ ചിന്തയും മനോഭാവവും ഓരോ നിമിഷവും തന്നെ വെറുക്കുന്നവരോടും
ദേഷ്യം കാണിക്കുന്നവരോടും മാറ്റി നിർത്തുന്നവരോടും തള്ളിപ്പറയുന്നവരോടും സ്നേഹത്തോടുകൂടി ആയിരിക്കുക എന്ന് മാത്രമാണ്. ഇന്ന് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, രൂപാന്തര തിരുനാൾ നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുമ്പോൾ തീരുമാനമെടുക്കാം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ രൂപാന്തരപ്പെടുത്താമെന്ന്. അല്ലെങ്കിൽ തമ്പുരാൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്ന ഓരോ നിമിഷവും നമുക്ക് സമ്മാനമായിട്ടും ഭാഗ്യമായിട്ട് തന്ന ഈ ജീവിതമൊക്കെ എങ്ങനെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കാരണം ആ ശിഷ്യന്മാരുടെ മുമ്പിൽ തമ്പുരാൻ തൻ്റെ ജീവിതം എന്തെന്നോ അല്ലെങ്കിൽ താൻ ആരാണെന്ന് പൂർണ്ണമായിട്ട് വ്യക്തമാക്കുമ്പോൾ, വെളിപ്പെടുത്തുമ്പോൾ ഈശോ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഓരോ ജീവിതത്തിലൂടെയും അവരും കരുണ പ്രകടമാക്കണമെന്നതാണ്. സുവിശേഷത്തിലുടനീളം അവൻ ചെല്ലുന്നിടവും പോകുന്നിടവും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും ചൊരിയുന്നത് കരുണ മാത്രമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ വെറുക്കുന്നവരെയും മാറ്റി നിർത്തുന്നവരെയും ഉപേക്ഷിക്കുന്നവരെയും വിഷമിപ്പിക്കുന്നവരെയും എന്നോട് ദേഷ്യപ്പെടുന്നവരോടും കരുണ കാണിക്കേണ്ടതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഓർക്കുക, ഓരോ നിമിഷവും അതിനുള്ള തെളിവുകൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും ഒത്തിരിയേറെ മനോവിഷമത്തിലൂടെ കടന്നു പോയതാണ്. പലപ്പോഴും നമ്മുടെ ഓരോ സഹോദരങ്ങളും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവർ പോലും അറിയാത്ത പല ആരോപണങ്ങളും അവർ ജീവിതത്തിലേക്ക് ഉന്നയിച്ചുകൊണ്ട് അവർ മാറ്റി നിർത്തുമ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴും വേദനയിലൂടെ അവർ കടന്നു പോകുമ്പോഴും പലപ്പോഴും അവരും ഈ പറഞ്ഞതുപോലെ ഒരു കരുണയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ നമ്മൾ ഓരോ നിമിഷം പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. നമ്മളെത്ര പാപത്തിലാണെങ്കിലും ഏതൊക്കെ പാപ സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ സ്നേഹം നമ്മൾ ഓരോ നിമിഷവും പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും വെറുക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ സ്വീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റി നിർത്തുന്നവരോടും എന്നെ വിഷമിപ്പിക്കുന്നവരോടും സങ്കടപ്പെടുത്തുന്നവരോടും ഞാൻ എന്താണ് അവരോട് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിലെ മനോഭാവം ഈ വ്യക്തികളോടൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉത്തരങ്ങൾ അത് ഒരു നിശബ്ദത മാത്രമാണ്. കാരണം ഈശോയുടെ അനുയായി എന്നും അല്ലെങ്കിൽ ഈശോയെ ഞാൻ പിന്തുടരുന്ന ആളെന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോഴും ആ ഒരു അനുവർത്തത്തിന് ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുന്നില്ല. സുവിശേഷമാകണം നമ്മുടെ ജീവിതം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു പഠിക്കുമ്പോഴും നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും തെന്നി മാറിപ്പോകുന്നുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ആ ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും രൂപാന്തരപ്പെടുന്നുണ്ടോ? ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് എല്ലാ വിശുദ്ധരും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അരിഞ്ഞു തീരുമ്പോൾ ഞാനും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ഏത് മുക്കും മൂലയും പരിശോധിക്കുമ്പോഴും കാണുന്നത് അവിടുത്തെ മനോഭാവവും മുഖച്ഛായയും ഓരോ നിമിഷവും കരുണയായിരുന്നു. ഈ പറയുന്നത് പോലെ സുവിശേഷത്തിൻ്റെ ആ ഒരു ശബ്ദമന്ദനം എന്ന് പറയുന്നത് പോലും കരുണയാണ്. സുവിശേഷത്തിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നതും കരുണയാണ്. ഏതൊക്കെ രീതിയിൽ കരുണയല്ലാതെ പോകുന്ന ഓരോ നിമിഷവും അത് സുവിശേഷമായിട്ട് മാറുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ വ്യക്തികളെയും സ്നേഹത്തിൽ ചേർത്ത് പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണ നിമിഷങ്ങളാണിത് ഓരോന്നും. ഓർക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാനാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ടോ? അന്ന് ആ മലയിൽ ഈശോ അവരുടെ മുമ്പിൽ താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് യഥാർത്ഥ കരുണ ആരാണെന്ന്. കാരണം സുവിശേഷം പരിശോധിക്കുമ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്നത് അവരാൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു എന്നതാണ്, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു എന്നതാണ്. അടിമത്തത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുന്ന അവരോരോരുത്തരും കാത്തിരുന്നത് ഇതുപോലുള്ളൊരു ഈശോയല്ല. പക്ഷേ ഈശോ ഓരോ നിമിഷവും ആഹ്വാനം ചെയ്തതും പഴയ നിയമത്തിൽ ഓരോ നിയമങ്ങളെ മാറ്റി നിർത്തിയും പലപ്പോഴും അവരോട് പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണ്. ഈ സ്നേഹത്തിന് പലപ്പോഴും നമ്മൾ അർത്ഥവശങ്ങൾ കൊടുക്കുമ്പോഴും നമ്മുടേതായിട്ടുള്ള മാനങ്ങൾ കൊടുക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും
അവിടത്തെ പോലെ തന്നെയാണോ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത്? ഇത് ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ തമ്പുരാൻ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹത്തിന് ഉതകും വിധമാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ കാരുണ്യത്തിന് ഉതകും വിധമാണോ നമ്മൾ ഓരോരുത്തരും ജീവിച്ച് മുന്നേറുന്നത്? ഇന്ന് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഇനി ഇത്രയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും കരുതുകയും ചെയ്ത നാഥന് മുമ്പിലായിരിക്കുമ്പോൾ തീരുമാനമെടുക്കാം. ഈ രൂപാന്തരണ തിരുനാളിൽ എൻ്റെ ജീവിതവും ഞാൻ രൂപാന്തരപ്പെടുത്തും. അതൊരു പക്ഷേ മാനുഷികമാരുടെ എൻ്റെ കഴിവുകൾ കൊണ്ടൊന്നുമല്ല, അതിനപ്പുറത്തോട്ട് എന്നെ തന്നെ പൂർണ്ണമായി അവിടുത്തെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. ഓരോ നിമിഷവും തമ്പുരാൻ ആവശ്യപ്പെടുന്നത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് വിട്ടുകൊടുക്കാനാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ ശരീരവും രക്തവുമായിട്ട് ഈ ഗോതമ്പപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മുടെ പാപങ്കീലമായ ജീവിതവും പലപ്പോഴും രൂപാന്തരപ്പെടേണ്ടതുണ്ട്. അതൊരു കുർബാനയായിട്ട് മാറാനായിരിക്കണം പലപ്പോഴും നമ്മുടെ വെല്ലുവിളി. സ്വയം ശൂന്യമാക്കപ്പെടാനാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം, നമ്മുടെ ഓരോ ഇടങ്ങളിലും പറയുന്നത് പോലെ വെല്ലുവിളികളുണ്ടാകാം. ആൾക്കാരെ പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന പല ജീവിത സാഹചര്യത്തിലും ആയിരിക്കില്ല നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഒരാളെ സ്നേഹിച്ചത് കൊണ്ടോ ചേർത്ത് പിടിച്ചത് കൊണ്ടോ പലപ്പോഴും നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുന്നത് അവന് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ട് ആ ഒരു വ്യത്യസ്തതയിൽ നമ്മൾ ആഹ്ലാദിച്ചുകൂടാ, സന്തോഷിച്ചുകൂടാ? നമ്മൾ തന്നെ ഭാഗ്യവാന്മാരാണെന്ന് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? ഈശോ സ്നേഹിക്കാൻ മാത്രം നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ അവന് ശിഷ്യരെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ഓരോരുത്തരും അർഹരാണോ, യോഗ്യതയുള്ളവരാണോ? ഇത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് കരുണ ചൊരിയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കരുണ ചൊരിയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, എൻ്റെ ജീവിതവും ഈ കരുണയുടെ മുഖഭാവത്തോടുകൂടി ആകേണ്ടതുണ്ട്. ഓരോ നിമിഷവും അവിടുത്തെ കരുണയാൽ പൊതിയുന്ന ജീവിതമാകണം നമ്മുടെ ഓരോരുത്തരുടെയും. നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ഓരോ ഇടങ്ങളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർത്തോർക്കുക, ഈശോയെപ്പോലെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കരുണ ചൊരിയണം. ഇന്ന് ഒരു ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ആശീർവാദം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കെല്ലാം എത്തിച്ചേരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.